ആളുകൾക്കുള്ള ആഗ്രഹമാണ് ജടായുപ്പാറ കാണുന്നത്. അങ്ങനെ ആ ആഗ്രഹം സാധിക്കാൻ പോവുകയാണ് ഇന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ചടയമംഗലം ജടായു റോക്കിൻ്റെ പാർക്കിങ്ങിലെത്തി, വണ്ടി പാർക്ക് ചെയ്തു. ശേഷം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. ടിക്കറ്റ് കൗണ്ടറിൽ നിറയെ ആളുകളായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു, വലിയൊരു ക്യൂവിലൊക്കെ നിൽക്കേണ്ടി വന്നു. ഇവിടെ വരുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇവിടെ GPay അലൗഡ് അല്ല. നമ്മൾ ലിക്വിഡ് മണി കയ്യിൽ കരുതണം. 325 ആണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ്. നമുക്ക് ജടായുപ്പാറേൻ്റെ മുകളിലേക്ക് കയറാൻ 2 വേ ആണുള്ളത്. ഒന്ന് കേബിൾ കാർ വഴിയും 2 വോക്ക് വേയും. നമ്മൾ വോക്ക് വേ ആണ് എടുത്തത്. 550 അങ്ങനെ എന്തോ ആണ് കേബിൾ കാർ വഴി പോകേണ്ടത്. അവിടെ GPay അലൗഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മെല്ലെ കയറാൻ തുടങ്ങി. കുറേ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ, നിറയെ സ്റ്റെപ്പുണ്ട്. ഏകദേശം 800 സംതിങ് സ്റ്റെപ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. വലിയ പാറകളും മറ്റുമൊക്കെ ഉണ്ട്, കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. പിന്നെ പോകണ വഴിയിലൊക്കെ കുടിക്കാൻ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. പിന്നെ കയറ്റം മാത്രമല്ല കേട്ടോ, ചെറിയ ഇറക്കങ്ങളും ഇടയ്ക്ക് വരുന്നുണ്ട്. ഈ വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, ആ സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ ഒരു തുരങ്കം പോലെ, ഒരു ടണൽ പോലെ ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. അതുവഴിയൊക്കെയാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത്. അതുവഴിയൊക്കെ കയറി ഇറങ്ങുമ്പോഴും സ്റ്റെപ്സാണ് കൂടുതലും, ഇവിടെ സ്റ്റെപ്സ് തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ 2 വേയും എക്സ്പീരിയൻസ് ചെയ്യണം. ശരിക്കും നടന്നു പോകുന്നത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് കേബിൾ കാർ കയറണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം, പക്ഷെ ഒരു അഡ്വഞ്ചർ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഇതെടുത്തത്. അതാ കണ്ടില്ലേ, വലിയ പാറകളും അതിന് സൈഡിൽ പലരും റെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുത്തനെ സ്റ്റെപ്പാണ്. നമ്മൾ കയറിയിട്ട് ഇതങ്ങോട്ട് തീരുന്നില്ല എന്ന് തോന്നും. അതെല്ലാം ഞങ്ങളൊരു കറക്റ്റൊരു നട്ടുച്ച സമയത്താണ് നമ്മളത് കയറാൻ തുടങ്ങിയത്. 12 മണി 12:30 ആയി കാണും. അത് ഏകദേശം നമ്മൾ അതിന് അടുത്തെത്താറായി. അത് ആ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ഓഫ് റോഡ് പോലെയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് കേബിൾ കാറിൻ്റെ ഒരു മേലിൽ അവിടെ എത്തുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം കേബിൾ കാർ പോകുന്നതൊക്കെ ഷൂട്ട് ചെയ്തു. അത് കുറച്ച് നേരം ഞാൻ സ്മരിച്ചു, അതുവഴി കയറി വന്നാൽ മതിയായിരുന്നു എന്ന്. കാരണം അത്ര ചൂടുണ്ടായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുമാണ് കയറി വരുന്നത്. ഇറങ്ങുന്നത് എനിക്ക് അത്ര വലിയ പാടായിട്ട് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് കേബിൾ കാർ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ എന്തായാലും മേളിൽ ചെന്നിട്ട് താഴോട്ട് കേബിൾ കാർ കയറാൻ പറ്റുമോ എന്ന് എന്തായാലും ഞങ്ങൾ തിരക്കും. ഞാനൊരു ചെറിയ പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ കയറുകയാണ്. എഗെയിൻ പിന്നെയും ഒരു സ്റ്റെപ്പ് വന്നു, അത് കയറി ഇറങ്ങി. അതാ നമ്മുടെ സ്ഥലം എത്തി. എന്ത് രസമാണെന്നറിയോ, ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവിടെ ഒരു ടെമ്പിളുണ്ട്. ശരിക്കും നമ്മൾ നോർത്തിലൊക്കെ എത്തിയൊരു ഫീലാണ്. കാലൊക്കെ ഭയങ്കരമായിട്ട് പൊള്ളുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നട്ടുച്ച സമയമാണ്, എന്നാലും നമുക്ക് ഇത് കാണാതെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ കാല് പൊള്ളുന്നതിന് അവർ മാറ്റൊക്കെ തറയിൽ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. അതിൽ കൂടെ ഒക്കെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ കാല് മേ ബി പൊള്ളാതിരിക്കാനായിരിക്കും. അത് നോക്കുക, ഇതിൻ്റെ ഹൈറ്റൊക്കെ കണ്ടില്ലേ. ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അതിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്നു. ഈ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിലോട്ടൊക്കെ കുറേ ഓപ്പൺ ആവാനുണ്ട്. അപ്പോൾ ഇതൊന്നും ഓപ്പൺ ആക്കാതാണ് ഇവിടെ എൻട്രൻസ് അലൗഡ് ആയിട്ടുള്ളത്. ഇതൊന്നും ഓപ്പൺ ആക്കാതെ ഇത്രയും ഒരു റേറ്റ് ഞങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ടാണ് തോന്നിയത്. നമ്മളവിടെ റെസ്റ്റ് ചെയ്യാനിരുന്നപ്പോഴാണേലും പലരും പറയുന്നുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഓപ്പൺ ആക്കാതെ ഈ ഒരു എമൗണ്ട് കൂടുതലാണെന്ന്. പിന്നെ അവിടെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നൊരു പ്ലേസ് ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 1000-1200 അടി മുകളിലാണ് ഈ ശില്പം സ്ഥിതി ചെയ്യുന്നത്. രാമായണത്തിലെ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ജടായു തടയുകയും രാവണൻ്റെ വെട്ടേറ്റ് ജടായു വന്ന് വീണത് ഈ പാറയിലാണെന്നാണ് വിശ്വാസം. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിരിച്ച് ഞങ്ങൾ എന്നാൽ പോകാമെന്ന് തീരുമാനിച്ചു. കേബിൾ കാർ അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടിയിട്ടോ. കേബിൾ കാറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്.
അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്ത് നിന്നപ്പോൾ അതാ നമ്മുടെ വണ്ടി വന്നു, കേബിൾ കാറ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ കേബിൾ കാറിൽ കയറാന്നുള്ളത്. ചെറിയൊരു എന്തോ ഒരു പേടിയുണ്ട്, എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. എനിക്ക് തോന്നി ഈ ഹൈറ്റിലൂടെ ഇത് പോകുന്ന കാണുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ആ പേടി വന്നത്. പക്ഷെ കയറി ഇരുന്നിട്ട് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോഴൊന്നും എനിക്കൊരു ഇതും തോന്നിയില്ല, അത്ര ഹൈറ്റിലാണെങ്കിലും. അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയൊരു കുലുക്കം ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്കൊരു പേടിയൊക്കെ വന്നെങ്കിലും ഞാൻ പുറത്തോട്ടൊന്നും കാണിച്ചില്ല. ഓപ്പോസിറ്റൊക്കെ ആളുകൾ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഭയങ്കര കൂളായിട്ടാണ് ഇരുന്നത്. അല്ല, നമ്മുടെ പുറകിലുള്ള ഇതാണത്. അവിടെ നിന്ന് നോക്കിയാൽ ഒരു ഹെലിപ്പാഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. അല്ല, ഓപ്പോസിറ്റ് വഴി അടുത്ത ടീം മുകളിലേക്ക് പോവുകയാണ്. അത് പോകുമ്പോൾ നമ്മൾക്ക് ചെറിയൊരു സ്ലോ ഉണ്ടായിരുന്നു. പിന്നെ ദൂരെ നമുക്ക് പാറകളൊക്കെ കാണാൻ പറ്റും. ദൂരെ നിന്ന് മാത്രമല്ല, നമ്മൾ ചില പാറകളുടെ ഒക്കെ അടുത്തൂടായിരുന്നു ഇത് പോകുന്നത്. പക്ഷെ എന്തോ നമ്മൾ ആ ഒരു കുലുക്കൊഴിച്ച് വേറൊന്നും നമുക്ക് അത്ര പേടിയായിട്ട് തോന്നിയില്ല. ശരിക്കും ഇതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ബാക്കിലൂടെ കുറച്ച് സ്റ്റെപ്സൊക്കെ കാണാം. എനിക്കറിയില്ല, പണ്ടവർ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ആയിരിക്കാം, അറിയില്ല അതിനെപ്പറ്റി. അങ്ങനെ നമ്മൾ താഴെ എത്തി. ആദ്യം ഞാനാണ് ഇറങ്ങേണ്ടത്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കാൻ, അപ്പോൾ ചാടി ഇറങ്ങണോ? ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം കൊണ്ടും. ജടായു ഇതുവരെ കാണാൻ പറ്റാത്തവരൊക്കെ ഒന്ന് കാണണമെന്ന് ഞാൻ പറയും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റായി നേരെ പാർക്കിങ്ങിലേക്ക് നടന്നു. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു പ്ലേസ്. വളരെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണണം എന്ന് ഞാൻ പറയും, കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി.